അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? ഇന്നൊരു ഔട്ടിംഗ് വീഡിയോ ആണ് കേട്ടോ. രാത്രിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ റൂമൊക്കെ പൂട്ടി ഇറങ്ങി. ഇവിടെ നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഫാത്തിമയ്ക്ക് ഒരു ജാക്കറ്റ് വാങ്ങിക്കാനായിട്ടും കൂടി ഇറങ്ങിയതാണ്. ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ളൊരു സൂക്കിലാണ് പോയത്. നമ്മുടെ ഉള്ളിൽ ഒരു മോഡൽ കണ്ടുവച്ചിട്ട് പിന്നെ ഏതെല്ലാം മോഡൽ കാണിച്ചാലും നമുക്കങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ലല്ലോ. നമ്മൾ ഉള്ളിൽ കണ്ടത് തന്നെ നമുക്ക് വേണ്ടേ. അങ്ങനെ എന്തായാലും ഇവിടെ പോയപ്പോൾ ഒരുപാട് കളക്ഷനുകളുണ്ട്. പക്ഷേ അതെല്ലാം ഹൂഡി ടൈപ്പാണ്. പക്ഷെ ഞങ്ങൾ നോക്കിയത് ജാക്കറ്റാകുമ്പോൾ പിന്നെ നമുക്ക് നല്ലോണം യൂസ് ചെയ്യാമല്ലോ, നല്ലോണം സേഫാണല്ലോ. അങ്ങനെ അവിടെ എല്ലാം നോക്കിയിട്ട് പക്ഷേ നമുക്കെന്തോ ജാക്കറ്റ് ടൈപ്പില്ല, ഹൂഡി ടൈപ്പ് ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. അങ്ങനെ ഇവരെന്തോ ഇപ്പോൾ വാങ്ങിക്കുമെന്നുള്ള രീതിയിൽ അവർ പാപ്പാടേയും മോടേയും നടത്തുകയൊക്കെ കണ്ടു. പക്ഷേ എങ്കിൽ ഞങ്ങളൊന്നും അവിടെ നിന്ന് വാങ്ങിച്ചിട്ടില്ല. ഇവിടെ തന്നെ കണ്ടില്ല, ഇവരെല്ലാവരും നല്ല കട്ടിയുള്ള വെൽവെറ്റിൻ്റെ നല്ല ഇതായിട്ടുള്ള ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അങ്ങ് വരെ പോയി തിരിച്ച് വരുന്ന വഴിക്ക് അവിടെ നിന്നൊരു ഉമ്മ ഞങ്ങൾക്ക് ഫാത്തിമയെ വിളിച്ചിട്ട് ഫാത്തിമയുടെ തലയിലിരിക്കുന്ന ക്യാപ്പ് വെച്ചോ എന്ന് പറഞ്ഞ് വെച്ച് കൊടുത്തേ, അല്ലാതെ ഫ്രീ ആയിട്ട് കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ ഫാത്തിമ എന്തായാലും പകുതി ഹാപ്പിയായി. അങ്ങനെ അതെല്ലാം കിട്ടി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ അടുത്ത് തന്നെയുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റിലാണ് കയറിയത് കേട്ടോ. റാമിസ് എന്നാണ് പറയുന്നത്. ഇവിടെ ഉള്ളവർക്കറിയാം. ഈ നമ്മുടെ നാട്ടിലെ 5 രൂപ 10 രൂപ കടയുണ്ടല്ലോ, അതുപോലത്തെ കട ഇവിടുത്തെ 5 റിയാൽ 10 റിയാൽ കടയാണ്. ഒരുപാട് സാധനങ്ങളുണ്ട്, നമുക്ക് ഇഷ്ടം പോലെ സാധനമുണ്ട്. ഏതെടുക്കണമെന്ന് അറിയത്തില്ല, അങ്ങനത്തെ ഒരു ഇതാണ്. ഞാനപ്പം നമുക്കിവിടെ എവിടെ ചെന്നാലും ഇങ്ങനെയുള്ള സ്ഥലത്ത് ഈ പാത്രങ്ങളോടായിരിക്കും അതായത് കിച്ചണിൽ പെരുമാറുന്നവർക്കറിയാം, നമുക്ക് പാത്രങ്ങളോടായിരിക്കും ഒരു ക്രേസ്. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെയൊക്കെ നോക്കും. അപ്പോൾ ഫാത്തിമ എന്നെ വിളിച്ച് കാണിക്കുന്നു, ഉമ്മിയുടെ സ്വർഗ്ഗം എന്ന് പറഞ്ഞ് വിളിച്ച് കാണിക്കും. അവർക്കറിയാം എനിക്ക് അത്ര ഇഷ്ടമാണെന്ന്. പക്ഷെ ഞങ്ങളൊന്നും വാങ്ങിയില്ല, ജസ്റ്റ് എല്ലാം ഒന്ന് നോക്കിയതേ ഉള്ളൂ. എന്നിട്ട് ഈ ഡ്രസ്സിൻ്റെയൊക്കെ സെക്ഷൻ അവിടെ മേളിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ മേളിലോട്ട് പോയി. മേളിൽ ചെന്നപ്പോൾ നല്ല സൂപ്പർ എല്ലാം ഉണ്ട്, ഇഷ്ടം പോലെ സാധനങ്ങൾ. നമുക്ക് കണ്ണ് നിറയെ സാധനങ്ങളുണ്ട്. പക്ഷേ ഒന്നും വാങ്ങിച്ചില്ല. നമ്മൾ ചെന്ന സാധനം ആണല്ലോ ആദ്യം വാങ്ങിക്കട്ടെ. അങ്ങനെ എന്തായാലും ഞങ്ങൾ മേളിൽ വന്ന് അങ്ങനെ പിന്നെ ഡ്രസ്സിൻ്റെ സെക്ഷനും ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേങ്കിൽ നമ്മൾ ഏത് ഡ്രസ്സ് എടുക്കുവാണെങ്കിലും നല്ലോണം നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം എടുക്കാൻ. കാര്യം എന്തായിരിക്കും അതിൻ്റെ ക്വാളിറ്റി എന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ നോക്കിയെടുക്കുക, നമ്മുടെ ഉപയോഗം നോക്കിയും അതൊക്കെ നോക്കിയെടുക്കുക. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒരു ബനിയൻ എടുത്ത്, ഇതിൽ ഏറ്റവും ഫ്രണ്ടിൽ കിടക്കുന്ന ആ വൈറ്റ് ബനിയനാണ് ഞാൻ എടുത്തത്. ജസ്റ്റ് റൂമിലെങ്കിലും ഇട്ടുകൊണ്ടിരിക്കാമല്ലോ, അത്രയ്ക്ക് തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. അങ്ങനെ ഫാത്തിമയ്ക്ക് ഈ ജാക്കറ്റ് ആദ്യം ഇതിട്ട് നോക്കിയപ്പം ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ സിബ് ജസ്റ്റ് ഒന്ന് കയറുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് എടുക്കുന്നതാണ് നല്ലത്. കയറും, പക്ഷേ ഇച്ചിരി പാട്. അങ്ങനെ പിന്നെ എടുത്തത് ഈ വൈറ്റ് നോക്കിയപ്പോഴും എന്തോ ഇഷ്ടപ്പെടാണ്ടല്ല, ഇഷ്ടപ്പെട്ട്, പക്ഷേ അത് എടുത്തില്ല. പിന്നെ അവസാനം റെഡാണ് എടുത്തത്. അതാണ് അവൾ അവിടെ വെച്ച് തന്നെ അങ്ങ് ഇടുകയും ചെയ്തു, കാര്യം നല്ല തണുപ്പുള്ളതുകൊണ്ട്. പിന്നെ എനിക്ക് കൈക്കാണ് നല്ല തണുപ്പ്, കൈക്കും കാലിനുമാണ് നല്ലോണം എനിക്ക് തണുപ്പ് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഒരു ഗ്ലൗസ് എടുത്ത് പാത്തുവിന് ഈ ഗ്ലൗസ് എടുത്തപ്പോഴത്തേക്ക് പിന്നെ അവിടെ ഇതുപോലെ സെറ്റായിട്ട് കിടക്കുന്നത് ഷോളും തൊപ്പിയൊക്കെ ആയിട്ട്. അങ്ങനെ പിന്നെ അതാണ് ഫാത്തിമയ്ക്ക് എടുത്തത്. പിന്നെ അവിടെ ബാഗിൻ്റെയൊക്കെ കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ ഞാൻ ജസ്റ്റ് അതൊക്കെ ഒന്ന് വീഡിയോയിലെടുത്തതാണ്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് 2 ക്ലിപ്പ് വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ നോക്കിയപ്പോൾ അതിൻ്റെയൊക്കെ സെക്ഷനാണെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഏതെടുക്കണമെന്ന് അറിയത്തില്ല. പക്ഷേ എനിക്കാണെങ്കിൽ സിമ്പിളായിട്ടുള്ള ക്ലിപ്പായിരുന്നു ഞാൻ നോക്കിയത്. ഇതുപോലത്തെ ഹെവി ആയിട്ടുള്ളതല്ലായിരുന്നു. പക്ഷേ അതുപോലത്തത് അധികം കണ്ടില്ല. പിന്നെ കുട്ടികളുടെ ഒക്കെ പറയണ്ട, അതുപോലെ റായാണെങ്കിലും ക്ലിപ്സ് ആണെങ്കിലും ബുഷ് ബണ്ണ് അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ജസ്റ്റ് അതെല്ലാം ഒന്ന് നോക്കി കണ്ട് 2-3 എണ്ണമൊക്കെ അത് എടുത്ത്. പിന്നെ ഓഫറും ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ. അങ്ങനെ പിന്നെ അതെല്ലാം നോക്കി ഒക്കെ എടുത്ത്. അത് കഴിഞ്ഞ് പിന്നെ ഫാത്തിമയ്ക്ക് ഒരു പേന വേണമെന്ന് പറഞ്ഞു. പേനയുടെ ആവശ്യമില്ല, അവൾക്ക് പിന്നെ കാണുമ്പോൾ എന്തെങ്കിലും വേണ്ടി വരുമല്ലോ, കുട്ടികളല്ലേ. അങ്ങനെ ഇവിടെ ഇഷ്ടംപോലെ ഇതുപോലത്തെ സാധനങ്ങൾ, കുട്ടികളുടെ ഈ പഠിക്കുന്നതിൻ്റെ ബുക്ക്, ക്രാഫ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ അതെല്ലാം നല്ല നോർമൽ റേറ്റ്, ഏകദേശം 1 റിയാൽ 1.5 റിയാലൊക്കെ വരുന്നുള്ളൂ. നാട്ടിലെ ഏകദേശം 50 രൂപയിൽ താഴെ വരുന്നുള്ളൂ. 50 വരുന്നില്ല, 40 താഴെ വരുന്നുള്ളൂ. അങ്ങനെ എന്തായാലും അങ്ങനെ അവിടെ എല്ലാം നോക്കി. പാത്തുവിന് പേന വേണമെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ തപ്പി ഒരു പേന എടുത്തു കൊടുത്തപ്പം ഈ സൈസ് പേന കണ്ടപ്പോഴത്തേക്ക് അവൾക്കൊരു എക്സൈറ്റ്മെൻറ്റ്. അവളങ്ങനെ കണ്ടിട്ടില്ല, യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ എന്തായാലും ആ പേനയും എടുത്ത് ഞങ്ങൾ മേളിയും താഴെ ഇറങ്ങി. എങ്ങനെയാലും ഒരു സൈഡ് ഒതുക്കി മേളിയും താഴെ ഇറങ്ങി.
അങ്ങനെ കോഫി പൗഡർ വേണമായിരുന്നു. ഞാൻ പിന്നെ കോഫി പൗഡർ എടുത്ത്, പിന്നെ സൺഫ്ലവർ ഓയിൽ ഇല്ലായിരുന്നു, അതെടുത്ത്. അങ്ങനെ വേണ്ടുന്ന കുറച്ച് ഐറ്റംസൊക്കെ നോക്കി. പിന്നെ പാത്രത്തിൻ്റെ സെക്ഷനിൽ ഞാൻ ഒന്നുകൂടെ പോയി നോക്കി. അങ്ങനെ ഒന്നും എടുത്തില്ല, കാര്യം ഇപ്പം ആവശ്യമില്ല. അങ്ങനെ പിന്നെ വേറൊന്നും എടുത്തില്ല. അങ്ങനെ ഒരു ജാക്കറ്റ് വാങ്ങിക്കാൻ കയറിയ ഞങ്ങൾ അവസാനം ഒരു കാർട്ട് പകുതിയോളം സാധനങ്ങളെടുത്ത്. നിങ്ങളും ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ, ഒരെണ്ണത്തിനായിട്ട് കയറി 100 എണ്ണം എടുക്കുന്നത്. മിക്കവരും അങ്ങനെ ആയിരിക്കുമല്ലോ, കാര്യം നമ്മൾ കാണുമ്പോഴായിരിക്കുമല്ലോ ഇന്നത് വേണം എന്ന് ഓർക്കുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് മെട്രോ പോകുന്നത് കണ്ട്. പക്ഷേ ഇത് ട്രയൽ പോകുന്നത്, ഇതിൽ ആളില്ല. അങ്ങനെ ഇത് സ്റ്റാർട്ടായിട്ടില്ല, ഈ റൂട്ടിലുള്ളത് സ്റ്റാർട്ടായിട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാൻ പോകുന്നത് മിക്കവാറും മലാസിലുള്ള മൽബാരീസ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലായിരിക്കും. അവിടെ മെയിനായിട്ടുള്ളത് ബിരിയാണിയാണ്. അങ്ങനെ ഞങ്ങൾ മിക്കവാറും അവിടെ തന്നെയാണ് പോവാറ്. പിന്നെ തണുപ്പിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പ് നല്ലോണം തണുപ്പുണ്ട്. ഇതിൽ നല്ലോണം തണുപ്പ് പല ഭാഗങ്ങളിലായിട്ട് വേറെ ഉണ്ട്. പക്ഷേ എങ്കിൽ ഞാൻ ഈ പറഞ്ഞ കണക്ക് ഇത്രയും തോനെയൊന്നും നിന്നിട്ടില്ലല്ലോ. അഥവാ നമ്മൾ മൂന്നാറോ ഊട്ടിയിലൊക്കെ പോയി 2-3 ദിവസം നിൽക്കത്തല്ലേ ഉള്ളൂ. ഇത്രയൊന്നും നിന്നിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് നല്ലോണം ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾ അവിടെ ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി, ലഗോൺ ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ സാധാ ബീഫ് ബിരിയാണി എടുത്തത്. പിന്നെ ഒരു ചിക്കൻ ഫ്രൈയും പറഞ്ഞായിരുന്നു. പക്ഷേ നല്ല ഫുഡാണ്, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. നമുക്ക് അവർ പിന്നെ എക്സ്ട്രാ റൈസ് ചോദിക്കാതെ തന്നെ അവർ നമുക്ക് എക്സ്ട്രാ സെർവ് ചെയ്യും. അങ്ങനെ എല്ലാം കൂട്ടി ഞങ്ങളൊരു ഫുഡെല്ലാം കഴിച്ചു. അപ്പോൾ വെൽക്കം ഡ്രിങ്കായിട്ട് നമുക്ക് പിസ്തായുടെ ഇതുണ്ട്. അത് കഴിഞ്ഞ് ബിരിയാണി കഴിയുമ്പോഴേക്കും നമുക്ക് പായസമുണ്ട്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഫാത്തിമ പായസവും പപ്പടവും എല്ലാം കൂടെ കൂട്ടി കുഴയ്ക്കുന്നുണ്ട്. കൊള്ളായിരുന്നോ ഫാത്തിമ? കൊള്ളായിരുന്നു, അടിപൊളിയാണ്. അങ്ങനെ ഫാത്തിമ എല്ലാം അതും കൂട്ടി കഴിച്ചു. പിന്നെ ക്യാമറ കണ്ടപ്പോൾ അതിൻ്റേതായ ഒരു ഇതൊക്കെ വെയിറ്റൊക്കെ ഇട്ട്. അങ്ങനെ നല്ല ഇതായിരുന്നു, നമുക്ക് നല്ല സർവീസും അവരുടേത്. അങ്ങനെ ഫാത്തിമ ഇലയെല്ലാം നക്കി തൂത്ത് അവസാനം ഇലയും മടക്കി വെക്കും. ഇപ്പോൾ ഞാൻ അങ്ങനെ ഇല മടക്കി വെച്ചായിരുന്നു. അത് കണ്ടിട്ട് അവളും ഇല മടക്കി വെച്ച്. അവൾ ഈ സാലഡ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിച്ചില്ല, ബിരിയാണി കഴിച്ച്, അത്രയേ ഉള്ളൂ. പിന്നെ ഞാനും പായസമൊക്കെ കുടിച്ചു. പിന്നെ ഒരു ലൈം ടീ പറഞ്ഞായിരുന്നു, അങ്ങനെ ലൈം ടീയും ഒക്കെ കുടിച്ചു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ റൂമിലോട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഫാത്തിമയ്ക്ക് പാർക്കിൽ പോകണമെന്നുള്ള ഒരൊറ്റ ബഹളമായിരുന്നു. കാര്യം അവൾക്കതാണല്ലോ ഒരു എൻ്റർടൈൻമെൻറ്റ്. അങ്ങനെ അവിടെ വന്നു. പാർക്കിൽ ആരുമില്ല, ആകെ ചിലപ്പോൾ പൂച്ചയെങ്കിലും. എന്നാൽ ആൾക്കാർ നല്ലോണം കാണുന്നത്, പക്ഷേ ഈ സമയത്ത് ഇല്ല. കാര്യം അത്രയ്ക്ക് തണുപ്പായത് കൊണ്ടിട്ട് അവിടുത്തെ പറഞ്ഞിട്ട് അവൾക്കത് മനസ്സിലാകണ്ടേ. എങ്കിൽ പിന്നെ ഇറക്കിയിട്ട് തന്നെ കാര്യമെന്ന് ഓർത്ത് അങ്ങനെ ഞങ്ങൾ ഇറക്കിയതാണ്. ഞാനാണെങ്കിൽ തണുത്തിട്ട് 2 കയ്യിലും ഗ്ലൗസും എല്ലാം ഇട്ടിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അവളും ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിൽ എനിക്കത് ഇത്ര ഇട്ടിട്ട് പോലും തണുപ്പ് പറ്റുന്നില്ല. അവൾക്കാണെങ്കിൽ എത്ര ഇട്ടിട്ടും തണുപ്പൊരു വിഷയമല്ലെന്ന രീതിയിൽ അവിടെ നിൽക്കുന്നത്. അങ്ങനെ പിന്നെ അവിടെയുള്ള 2-3 റൈഡിലൊക്കെ അവൾക്ക് കയറി. ഇതിൽ കയറണമായിരുന്നു മേളിൽ നിന്ന് താഴോട്ട്, അതിൽ കൂടെ തൂങ്ങാനേ. പക്ഷേ എങ്കിൽ തൂങ്ങാൻ പറ്റത്തില്ല. അവൾക്ക് കയ്യിൽ ഗ്ലൗസ് ഇട്ടേക്കുന്നത് കൊണ്ട് തെന്നി പോവുകയും ചെയ്യുന്നു. ഗ്ലൗസ് ഇല്ലാതെ തൊട്ട് അതിനകത്ത് പിടിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര തണുപ്പ്. അങ്ങനെ അതും ഒന്ന് സപ്പോർട്ട് ചെയ്ത് അത് ചെയ്ത്. ഞാനാണെങ്കിൽ എന്തൊക്കെയാണ് ജാക്കറ്റുണ്ട്, ഷോളുണ്ട്, ഗ്ലൗസുണ്ട്, എല്ലാം വാരിയിട്ടിട്ട് എനിക്ക് ഒട്ടും നിൽക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ ഞാൻ അപ്പം തന്നെ പോയി കാറിലോട്ടിരിക്കാൻ. അപ്പം തന്നെ ഇവരും എൻ്റെ പുറകിന് തന്നെ വന്ന്. അങ്ങനെ കയറി. കാര്യം നിൽക്കാൻ പറ്റുന്നില്ല, അത്ര തണുപ്പായിട്ട്. പിന്നെ ഫാത്തിമയ്ക്ക് വലിയ തണുപ്പായിട്ട് തോന്നുന്നില്ല, എന്നാലും അവളും വന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ അതെല്ലാം കഴിഞ്ഞ് നേരെ തിരിച്ച് റൂമിലോട്ട് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ജസ്റ്റ് ചെറിയതായിട്ടെങ്കിലും ഒരു കമൻറ്റെങ്കിലും ഇട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ കേട്ടോ.